അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് അത്യാവശ്യമാണ്. ബറക്കത്ത് ഉണ്ട് എങ്കിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുക. ബറക്കത്ത് കിട്ടാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധമായ ഷഅബാൻ മാസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒതുങ്ങിപ്പോകുന്ന മാസമെന്നാണ്. അതായത് റജബ് മാസം വരുമ്പോൾ നമുക്കൊക്കെ ദുആ ചെയ്യാനും ആദ്യം റജബിൻ്റെ ആദ്യത്തിൽ വലിയ ആവേശമായിരിക്കും. ആ ആവേശം കെട്ടടങ്ങി ഷഅബാനിലും കെട്ടടങ്ങി പിന്നെ ഷഅബാനിൻ്റെ അവസാനം ഒന്നുകൂടി ആ ഈമാൻ വർദ്ധിച്ച് റമളാനിൽ ഈമാനികമായ ഒരു ആവേശം കാണിക്കുന്ന രൂപമാണ്. അതായത് റജബിലും റമളാനിലും ആവേശമുണ്ടാകും. നടുക്കുള്ള മാസമാകുന്ന ഷഅബാനിൽ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന, ഗഫലത്തായി പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവരുത്. ഷഅബാൻ എൻ്റെ മാസമാണ്, എന്നെ നിങ്ങൾ എത്രമാത്രം ഗൗനിക്കുന്നോ അതുപോലെ നിങ്ങൾ ഗൗനിക്കണേ പരിശുദ്ധമായ ഷഅബാൻ മാസത്തെയും. അല്ലാഹു തആല വലിയ ശ്രേഷ്ഠതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മാസമാണ് ഷഅബാൻ മാസം. അള്ളാഹുവിൻ്റെ വലിയ ഹുക്കുമുകൾ, പരിശുദ്ധമായ ദീനിൻ്റെ ഒരുപാട് ഹുക്കുമുകൾ ഇറങ്ങിയ മാസമാണല്ലോ ഷഅബാൻ മാസം. പരിശുദ്ധമായ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടു, അതുപോലെ ഖിബില മാറ്റം ഉണ്ടായത്, അതുപോലെ ഫിത്ർ സക്കാത്ത് അത് നമുക്ക് നൽകപ്പെട്ടത്, അതുപോലെ പെരുന്നാൾ നമസ്കാരം നൽകപ്പെട്ടത്, പരിശുദ്ധമായ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് അഹ്കാമുകൾ ഇറങ്ങിയ ഒരു മാസമാണ് ഷഅബാൻ മാസം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് ഷഅബാൻ മാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഷഅബാൻ എന്ന പേര് തന്നെയാണ്. ഷഅബാൻ എന്ന പേര് അറബിയിൽ ഷഅബാൻ എന്നെഴുതുമ്പോൾ അതിൽ 5 അക്ഷരങ്ങളാണുള്ളത്. ഒന്നാമത്തെ അക്ഷരം ഷീനാണ്. ഷീൻ എന്ന അക്ഷരം അത് അറിയിക്കുന്നത് മിനശ്ശറഫ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രേഷ്ഠതയെയാണ്. രണ്ടാമത്തെ അക്ഷരമാകുന്ന ഐൻ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഉന്നതിയെയാണ്. മൂന്നാമത്തേത് ബാ ആണ്, ബിർ, ഗുണത്തെയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഗുണമാണ്. നാലാമത്തെ അക്ഷരം ബായിന് ശേഷമുള്ള അലിഫ്. ആ അലിഫ് അറിയിക്കുന്നത് ഉൽഫത്ത്, ഇണക്കം എന്നതിനെയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇണക്കം. അതുപോലെ അവസാനത്തെ അക്ഷരമാകുന്ന ന്യൂൻ അറിയിക്കുന്നത് നൂറുള്ള, അള്ളാഹുവിൻ്റെ പ്രകാശം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശത്തെയാണ്. അപ്പോൾ ഈ 5 അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങൾ, ഒരു അടിമക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഗുണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഷഅബാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ അതിൻ്റെ പേരിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. തുഫ്തഹു ഫീഹിൽ ഖൈറാത്ത്, മുഴുവൻ ഖൈറാത്തുകളും അല്ലാഹു തആല തുറന്നു വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ. ഒരുപാട് ഖൈറുകളുണ്ട്, ഒരുപാട് ദുആക്ക് ഇജാബത്തുണ്ട്, കബൂലിയത്തുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം എല്ലാം അല്ലാഹു തആല വെച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ. രണ്ടാമത്തേത് തുനസ്സലു ഫീഹിൽ ബറക്കാത്ത്. ഈ ഷഅബാൻ മാസത്തിൽ ബറക്കത്തുകൾ അല്ലാഹു തആല വാരിക്കോരി ചൊരിയുന്നതാണ്. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടാവുക, അത് ബറക്കത്തല്ല. അല്ലെങ്കിൽ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവുക, അതല്ല ബറക്കത്ത്. കുറച്ച് പൈസയേ ഉള്ളൂ, ആ പൈസ കൊണ്ട് അത്യാവശ്യം കഴിഞ്ഞു പോവാനുള്ള, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവുക, ഇതാണ് സമ്പത്തിലെ ബറക്കത്ത്. പിന്നെയോ സന്താനങ്ങളിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ മക്കൾ, അതല്ല. 1-2 മോനുണ്ട്, കുറേ മക്കളെ കിട്ടലും അതൊരു ഖൈറാണ്. പക്ഷേ 1-2 മക്കളുണ്ട്, പക്ഷേ ആ മക്കള് ആ ഉമ്മയെ വാപ്പയെ നല്ലതുപോലെ നോക്കുന്നു. പക്ഷെ ഒരുപാട് മക്കൾ, 10-12 മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ആ മക്കളിൽ അല്ലാഹു ബറക്കത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ബറക്കത്തിൻ്റെ മാസമാണ്. ബറക്കത്തിന് വേണ്ടി നമ്മൾ ദുആരക്കണം. എങ്ങനെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. എങ്ങനെ ഉണ്ടാകും? 3 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യയോട്, മക്കളോട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാപ്പയോട്, ഉമ്മയോട്, എല്ലാവരോടും സലാം പറയണം. പിന്നെയോ കുടുംബ ബന്ധം ചേർക്കണേ. പിണങ്ങിയിട്ടുള്ള ആളുകളുണ്ടോ? ജ്യേഷ്ഠനോട്, അനുജനോട്, അയൽവാസികളോട്, കുടുംബക്കാരോട് ആ പിണക്കം മാറ്റണേ. കാരണം റമദാൻ വരികയാണ്. ശഅബാൻ ഇതാ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ശഅബാനിൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. ബർക്കത്ത് വേണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. പിന്നെയോ ഇത്ആം, ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക്. അതുപോലെ ഇനി സുന്നത്ത് നോമ്പൊക്കെ നമ്മൾ പിടിക്കുന്നവരാണല്ലോ, പിന്നെ ഇനി ഫർദ് നോമ്പ് വരാൻ പോകുന്നു. അപ്പോൾ ബറക്കത്തുണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ചെറിയ പൈസയെങ്കിലും കൊടുത്താൽ എന്താ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും. ഇനിയോ മൂന്നാമത്തെ പ്രത്യേകത, പാപങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ പൊറുക്കുന്ന മാസമാണ്. ചെറിയ അമലുകൾക്ക് പോലും വലിയ കൂലി അല്ലാഹു നമുക്ക് നൽകും. തൗബ സ്വീകരിക്കും. പാപങ്ങൾ വേഗത്തിൽ പൊരുത്തപ്പെട്ട് നൽകും. നാലാമത്തെ പ്രത്യേകത, സ്വലാത്തിന്റെ മാസമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ഒരു ആയത്ത്, അതായത് സ്വലാത്ത് ചൊല്ലണേ എന്ന് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ ആയത്ത് ഇറങ്ങിയ മാസമാണ് ഈ ശഅബാൻ മാസം. അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറയണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്കളുടെ ഉമ്മത്തിന് നബിയെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യാൻ സാധിക്കും, ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്ത മാസം കൂടിയാണ് ഈ ശഅബാൻ മാസം. പിന്നെയോ അറിയാവുന്ന സ്വലാത്ത് ഒരുപാട് കണ്ട് ചൊല്ലിയാൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യും. അതുകൊണ്ട് സ്വലാത്തിൻ്റെ മാസമാണ്. ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം. ഇബ്രാഹിമിയ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മളെല്ലാ നമസ്കാരത്തിലും പറയാറുണ്ടല്ലോ ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് പല രൂപത്തിലും ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്. ഞാൻ പഠിച്ചു വെച്ച രൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഏതൊക്കെ രൂപത്തിൽ അറിയാമോ അത് പറയുക. പിന്നെയോ അതുപോലെ നമുക്ക് സ്വലാത്തു നാരിയ അറിയാം. നാരിയത്തു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ആ സ്വലാത്ത്. പിന്നെയോ സ്വലാത്തുൽ ഫിർദൗസിയ, اللهم صل على سيدنا محمد وعلى ആലി സയ്യിദിന മുഹമ്മദ്, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത്. പിന്നെ അദദു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ആ സ്വലാത്ത്. അപ്പോൾ അറിയാവുന്ന സ്വലാത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരുപാട് വട്ടം നമ്മൾ പറയേണ്ട ഒരു സന്ദർഭമാണ്, ഒരു മാസമാണിത്. സ്വലാത്തിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട് മരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഞ്ചാമത്തെ പ്രത്യേകത, റമളാനിൻ്റെ ആമുഖത്തിലുള്ള മാസമാണ്. റമളാനിൻ്റെ ആമുഖ മാസമാണ്. ഷിഅബ് എന്ന വാക്കിൽ നിന്നാണ് ശഅബാൻ എന്ന വാക്കുണ്ടായതെന്നാണ്. ഷിഅബ് എന്ന് പറഞ്ഞാൽ കൈവരി അല്ലെങ്കിൽ ശിഖിരം എന്നാണ്. അപ്പോൾ മുകളിലുള്ള റമളാനിലേക്ക് താഴെ നിന്നും കയറിപ്പോകുന്ന ഒരു വഴിയാണ് ശഅബാൻ. വഴി നന്നായാലല്ലേ മുകളിലേക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ട് ഈ ശഅബാൻ നന്നായാലാണ് മുകളിലുള്ള റമളാനിലേക്ക് എത്താൻ പറ്റൂ. ആ റമളാനിലേക്ക് എത്തണം. അതിനു മുമ്പ് ശഅബാനിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്ത്, സുന്നത്തായ നോമ്പുകൾ, കുടുംബബന്ധം, സ്വദഖ, ഖുർആൻ പാരായണം എല്ലാം കൊണ്ട് ധന്യമാക്കിയാൽ
പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലതയോടെ ഇബാദത്ത് എടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. മുമ്പെല്ലാം നനച്ചുകുളി ഉണ്ടായിരുന്നു. നനച്ചുകുളി എന്ന് പറഞ്ഞാൽ നോമ്പാകുന്നതിന് മുമ്പ് റജബിലോ ഷഅബാനിലോ ഒക്കെ തന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി, മുഴുവൻ സാധനങ്ങളും പുറത്തെടുത്ത് അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി ശുദ്ധിയാക്കുന്ന ഒരു നനച്ചുകുളിയുണ്ട്. പണ്ടുള്ള ആളുകൾ ചെയ്യുമായിരുന്നു, ഇന്നും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ബാഹ്യമായ നനച്ചുകുളിയാണ്, ആന്തരികമായ നനച്ചുകുളി ആരും നടത്താറില്ല. ആന്തരികമായ നനച്ചുകുളിയാണ് ഏറ്റവും കൂടുതലായി വേണ്ടത്. പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കുക, എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക. ഇതൊക്കെയാണ് ആത്മീയമായ നനച്ചുകുളി. എല്ലാം അല്ലാഹു തആല ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ, റമളാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കും അള്ളാഹു സ്വർഗത്തിൽ വലിയ ദറജകൾ നൽകുമാറാവട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ റജബ്, ഷഅബാൻ മാസം, റമളാൻ മാസം, 3 മാസവും അള്ളാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.